ബ്രൂണോനെ കുഞ്ഞിലെ മുതൽ നോക്കി വന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു പപ്പിയുടെ ചൈൽഡ്ഹുഡിൽ അവരെ കെയർ ചെയ്യാന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണെന്ന്. അതും ജൂലി ഉൾപ്പെടെ 5 പേരെയാണ് ആന്റി അത്ര കെയർ കൊടുത്ത് നോക്കിക്കൊണ്ട് വന്നത്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇവരാണെങ്കിൽ ഉറങ്ങി എഴുന്നേക്കുന്ന അപ്പം തന്നെ അവിടെ യൂറിനേറ്റ് ചെയ്യും, പിന്നെ അപ്പിടും, അവരുടെ അപ്പി പോരണം, പിന്നെ ഫുഡ് കൊടുക്കണം, പിന്നെ ഇവരുടെ വഴക്ക് മാറ്റണം, അങ്ങനെ ലിസ്റ്റ് അങ്ങ് നീളും. ഒരു പെറ്റ് ഓണർ എന്ന നിലയിൽ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും തോന്നുന്നത്. എന്നാൽ ഒരു പെറ്റ് പേരന്റ് എന്ന നിലയിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും, ഒരു മനസ്സംതൃപ്തി ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പപ്പീസ് ഹാപ്പി ആയിരിക്കും. അങ്ങനെ കുറച്ച് വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ വാക്സിൻ എടുക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഇത് ഫസ്റ്റ് വാക്സിൻ ആണ്, അതുകൊണ്ട് റാബിസ് അല്ല ഇവർക്ക് കൊടുക്കുന്നത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ആദ്യം എടുക്കുന്നത് തന്നെ റാബിസ് ആണെന്ന്. അല്ല, 3ാമത്തെ മാസമേ ഇവർക്ക് റാബിസ് കൊടുക്കുകയുള്ളൂ. ഇപ്പൊ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അഡിനോ വൈറസ്, അതിനൊക്കെയുള്ള വാക്സിൻ ആണ് ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ 15 ദിവസം ഇടവിട്ട് 3 മാസത്തേക്ക് കൊടുക്കണം. 3ാമത്തെ മാസമാണ് റാബിസും ഈ 15 ദിവസമായെങ്കിൽ അതും കൂടി കൊടുക്കുന്നത്. ആദ്യം കുത്തിയിട്ടവരാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ബാക്കിയുള്ളവരെയൊക്കെ നല്ലപോലെ പിടിച്ചാലേ അവർ നിന്ന് തരുള്ളൂ. പക്ഷെ ബാക്കി കുത്തിയിട്ടവർ ആരും അനങ്ങിയിട്ടില്ല, അവരെല്ലാവരും സൈലന്റ് ആയിരുന്നു. ആദ്യം കിട്ടിയവന് മാത്രം ഒരു വെപ്രാളം ഉള്ളായിരുന്നു. ഇതിന്റെ ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.